അതെങ്ങനെ ഒരു മാരുതി സുസുക്കിയുടെ വണ്ടി ഒരു സി ക്ലാസ് അല്ലെങ്കിൽ 3 സീരീസ് ഓൺ ചെയ്യുന്നതിനേക്കാളും മെയിൻ്റെനൻസ് കോസ്റ്റ് വരുന്നത്? അത് മാരുതി സുസുക്കി അല്ല, സുസുക്കിയുടെ വണ്ടി. സുസുക്കിയുടെ വണ്ടി. അതെ. അപ്പൊ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏത് വണ്ടിയായിരുന്നു? സുസുക്കി കിസാജി. This is my favorite angle to look at. Suzuki's Kizashi back looks bold, muscular, a functional rear exhaust and all makes this car different. 2011 മോഡലിലെ സുസുക്കിസായിട്ട് യാതൊരു സാമ്യമില്ലാണ്ട് ഒരു ഡയറക്റ്റ് CBU ജപ്പാൻ മെയ്ഡ് കാറാണ് സൂചിപ്പിക്കുന്ന എല്ലാ ഡിസൈൻ ലാംഗ്വേജും ഫ്രം ബിഹൈൻഡ് ഇറ്റ് ഇസ് ദർ. ആൻഡ് ദിസ് ഹാഡ് ദിസ് ലവ്ലി ലുക്കിംഗ് 17-inch വീൽ. ഈ വണ്ടിയിൽ അത് അതുപോലെ തന്നെ മിൻ കണ്ടീഷനിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. So as I said, this is a bond stock car. It came with a 2.4 naturally aspirated engine. CVT gearbox ആണ്, പക്ഷേ പാഡൽ ഷിഫ്റ്റേഴ്സും ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മിമിക് ചെയ്യുന്നൊരു സിസ്റ്റം അന്ന് ഇതിലുണ്ട്. എവിടെ ടച്ച് ചെയ്താലും സോഫ്റ്റ് ടച്ച് ആകും. സോഫ്റ്റ് ടച്ച് വരുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പൊതുവെ വണ്ടിയുടെ കാലപ്പഴക്കം കാരണം റാറ്റ്ലിംഗ് സൗണ്ട് ഒക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരും. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആകുമ്പോൾ അത് ഭയങ്കരമായിട്ട് കുറയും. ഇന്റർനാഷണലി ദിസ് എക്സാക്ട് കാർ വാസ് അവൈലബിൾ ഇൻ ഓൾ വീൽ ഡ്രൈവ് വേർഷൻ. എസ്പെഷ്യലി CBU വണ്ടികൾ പുറത്ത് ഈവൻ സ്വിഫ്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന വണ്ടിയായിട്ട് നല്ല വ്യത്യാസമുണ്ട്. CBU ആയതുകൊണ്ട് മാത്രമല്ല എൻ്റെ ഓണർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. ഇതൊരിക്കലും ഇത് കൂടിപ്പോയി കഴിഞ്ഞൊരു 4 വർഷം പഴക്കം തോന്നിക്കും. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ 15 വർഷം പഴക്കമുണ്ട്. ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് ആണ്. 2011 മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇത് ഇറങ്ങിയിട്ടുള്ളൂ. അന്ന് 110% ടാക്സ് കൊടുത്ത് 21 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി വാങ്ങിയ ഒരു ചുരുക്കമായിരുന്നു.